ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 9th ചാപ്റ്റർ 2 പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സസൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 5 and 6 ആണ്. ഫാക്ടറൈസ്, അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ഈ രണ്ട് നമ്പറുകൾ നമ്മളോട് ഫാക്ടറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഫാക്ടറൈസേഷന് ഒരു 8 ഐഡൻറ്റിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ഏത് ഐഡൻറ്റിറ്റിയാണ് വരുന്നത് എന്നുള്ളത് ആ സ്ക്വയറുകളുടെ എണ്ണം വെച്ചാണ് നമുക്ക് പറയാൻ പറ്റണം. ഇവിടെ 1, 2, 3 സ്ക്വയറുകളുണ്ട്. എത്ര സ്ക്വയറുകളുണ്ട്? 3 സ്ക്വയറുകളുണ്ട്. അപ്പോൾ ഇവിടെ ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും വരിക? ഇവിടെ വരുന്ന ഐഡൻറ്റിറ്റി എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ദ ഹോൾ സ്ക്വയർ ആണ് വരിക. എന്താണ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ദ ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ plus z square plus 2xy plus 2xz plus 2yz. ഓക്കെ, ഇനി കമ്പാരിസൺ നടത്താൻ പോവാണ് ഞാൻ. എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? 4x സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ 4x സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കും? റൂട്ട് എടുക്കുക. 4ൻ്റെ റൂട്ട് 2 വരും, എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എക്സ്. ഇനി വൈ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 9y സ്ക്വയർ ആണ്. അപ്പോൾ y എന്തായിരിക്കും? 9ൻ്റെ റൂട്ട് 3 ആണ്, അപ്പോൾ 3y. ഇനി z സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 16z സ്ക്വയർ ആണ്. അപ്പോൾ z എന്തായിരിക്കും? 16ൻ്റെ റൂട്ട് 4, 4z. ഇനി ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഐഡൻറ്റിറ്റിയിൽ എല്ലാ ടേമുകളും പോസിറ്റീവാണ്, പക്ഷെ ഇവിടെ രണ്ടാൾ നെഗറ്റീവാണ്. ഓക്കെ, ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ആരാ? z ആണ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരാൾ നെഗറ്റീവ് ആയാൽ ആൻസർ എന്താവും? നെഗറ്റീവ് ആവും. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ അല്ലെങ്കിൽ ലെറ്റർ എന്ന് പറയുന്നത് z ആണ്. അപ്പോൾ z നെഗറ്റീവ് ആയാൽ ഇത് രണ്ടും നെഗറ്റീവ് ആവും. y നെഗറ്റീവ് ആയാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് വരും. അല്ലെങ്കിൽ എക്സ് നെഗറ്റീവ് ആയാലും ഇത് നെഗറ്റീവ് ആവും, കാരണം ഇത് രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കണ്ട. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആൾ z ആണ്. അപ്പോൾ z-നെ നമ്മൾ നെഗറ്റീവ് എടുക്കണം. ഓക്കെ, 2xy 2 into x 2x 3y ഇതാ. 2 into 2 4, 4 into 3 12, 12xy ഇതാ ഇവിടെ ഉണ്ട് 12xy. അടുത്ത് 2xz 2 into 2x into 4z. എക്സും സെഡിൻ്റെ വാല്യൂ കൊടുത്തു 16xz. പക്ഷെ 16xz എന്താണ്? നെഗറ്റീവ് ആണ്. പിന്നെ അടുത്ത് 2yz കണ്ടുപിടിച്ചു, അത് 24yz, ബട്ട് അതും എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്താണ്? z ആണ്. അപ്പോൾ നമ്മൾ z-നെ നെഗറ്റീവ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ z-ൻ്റെ വാല്യൂ 4z ആണ്, അത് -4z കൊടുക്കുക. ഇപ്പം നമുക്ക് ഐഡൻറ്റിറ്റി അല്ല ഫാക്ടറൈസേഷൻ കിട്ടിയതൊക്കെയാണ്. 2x + 3y, z-നെ നമ്മൾ നെഗറ്റീവ് എടുക്കണം എന്ന് പറഞ്ഞു, -4z ദ ഹോൾ സ്ക്വയർ. മക്കളെ, ഇവിടെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ കാണുമ്പോൾ അത് പോസിറ്റീവ് ആകും, കാരണം ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നെഗറ്റീവിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവും. അങ്ങനെയാണ് ഇവിടെ +16z സ്ക്വയർ ആയത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 2x + 3y -4z ഇൻറ്റു 2x + 3y -4z. ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് ഫാക്ടറുകൾ രണ്ടും സെയിം ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കുമ്പോൾ രണ്ടാമത്തും അതുപോലെ തന്നെ 3 സ്ക്വയറുകളുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നേരത്തെ ഐഡൻറ്റിറ്റിനെ കമ്പയർ ചെയ്യാൻ പോവാണ്. എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 2x സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് റൂട്ട് എടുക്കണം. 2ന് റൂട്ട് ഉണ്ടോ? 2ന് റൂട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ √2. എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എക്സ്. അടുത്ത് വൈ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വൈ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ y ആണ്. z സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 8z ആണ്. റൂട്ട് എടുക്കുക. 8ന് റൂട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ √8z എന്ന് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ചെറുതാക്കാം കേട്ടോ. അതായത് 4 ഇൻറ്റു ഇപ്പോൾ √8നെ നമുക്ക് 4 into 2 എന്ന് എഴുതാം, എന്നിട്ട് 2 √2 എന്ന് എഴുതാം. ഇല്ലെങ്കിൽ ലാസ്റ്റ് ആക്കാം, ഇല്ലെങ്കിൽ ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുവരെയെങ്കിലും ചെയ്തു വെക്കാം. അപ്പോൾ z √8z ആയി. ഇനി നോക്കിയാൽ 2xy ഞാൻ കാണാൻ പോവാണ്. 2 into x-ൻ്റെ സ്ഥാനത്ത് √2x കൊടുത്തു, y-യുടെ സ്ഥാനത്ത് y. 2 into √2 2 √2 x into y xy. പക്ഷെ അത് നെഗറ്റീവാണ്. അടുത്തത് 2xz കണ്ടു, അത് 8xz. 2 into x √2x ആണ്, z √8z ആണ്. ഇവിടെ ശ്രദ്ധിച്ചോണേ, 2 അവിടെ എഴുതി. അടുത്ത് 2 into √2 into √8 അത് √16 ആണ്. 8 into 2 റൂട്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം നമ്പർ ആണോ അല്ലേ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ √2 into √8 എന്ന് പറഞ്ഞാൽ എന്താ?
റൂട്ട് 16. 2 ഇവിടെ ഉണ്ട്, 2 ഞാൻ ഇവിടെ എഴുതിയിരിക്കണം കേട്ടോ. എക്സ് സെഡ്. ഇനി റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എത്രയാ? 4. അപ്പോൾ 2 × 4 എത്രയാ? 8. പക്ഷേ 8xz അല്ല നമുക്ക് ഇവിടെ ഉള്ളത്, മൈനസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇനി നമുക്ക് 2yz ഇല്ലേ, അത് നമ്മൾ ചെയ്യാൻ പോവാണ്. 2yz ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2 × y ആണ്, z 2 റൂട്ട് 8z ആണ്. അപ്പോൾ 2 × √8 2 √8, y × z yz. ഓക്കെ, ഇതിനെ നമ്മളിവിടെ ചെറുതാക്കിയിട്ടുണ്ട്. ചെറുതാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 4 × 2, 4നെ പുറത്തെടുക്കുമ്പോൾ 2 ആവും. 2 × 2 4, 4 √2z. ഇതാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ചെറുതാക്കിയത്. നമുക്കിവിടെ ഉള്ളത് 4 √2yz ആണ്, പക്ഷെ നമുക്ക് കിട്ടിയത് 2 √8yz ആണ്. അപ്പോൾ √8നെ ഞാൻ മാറ്റി. ഇപ്പം നമുക്ക് 4 √2yz ആയില്ലേ. √8നെ എങ്ങനെ മാറ്റിയെന്ന് മനസ്സിലായില്ലേ? √8നെ എങ്ങനെ എഴുതാം? 4 × 2, 4 പുറത്ത് വരുമ്പോൾ 2 ആവും. ഓക്കെ, ഇനി ഇവിടെ നോക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? ആരൊക്കെ നെഗറ്റീവ്? ഇതാ ഇവിടെ ഉണ്ട് ഒരു നെഗറ്റീവ്, ഇവിടെ ഉണ്ട് ഒരു നെഗറ്റീവ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാ? എക്സ് ആണ്. അപ്പോൾ എക്സിന് നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായി: -√2x + y + √8z ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, 2 √2z എന്ന് എഴുതേ. ക്ലിയോ? ഓക്കെ. അടുത്ത് 6ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റൈറ്റ് ദ ഫോളോയിങ് ക്യൂബ്സ് ഇൻ എക്സ്പാൻഡഡ് ഫോം എന്നാണ് പറഞ്ഞത്. ഇതിനെ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതണം. ക്യൂബിൻ്റെ എക്സ്പാൻഷൻ ഫോമിൽ നമ്മളിതിനെ എഴുതണം. ക്യൂബിൻ്റെ എക്സ്പാൻഷൻ ഫോമുകൾ രണ്ടെണ്ണം ഞാനിവിടെ കൊടുക്കുകയാണ്. ഒന്ന് x + y ദ ഹോൾ ക്യൂബ്, x³ + y³ + 3xy + x + y യും. മറ്റേത് മൈനസ് ആകുമ്പോൾ എല്ലാം മൈനസ് ആവും. ഓക്കെ, ഇനി ഇല്ലെങ്കിൽ ഇങ്ങനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, അതൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യും കേട്ടോ. x³ + 3x² y + 3xy² + y³. എക്സ് ഇങ്ങനെ കുറഞ്ഞു പോകും, y ഇങ്ങനെ കൂടി പോകും. കണ്ടോ, ഇതിൽ നിന്ന് ഉണ്ടാക്കിയതന്നെയാണ് ഇത് x³ y³. ഇതിൽ രണ്ടിലും കോമൺ ആരാ? 3യും എക്സും വൈയും കോമൺ ആണ്. അതിനെ പുറത്തെടുത്തു. ഇവിടെ x² ആയതുകൊണ്ട് ഒരു x ബാക്കി, ഇവിടെ y² ആയതുകൊണ്ട് ഒരു y ബാക്കി. ഓക്കെ, അതിനെ ഇത് സിംപ്ലിഫൈ ചെയ്ത ഫോമാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഞാൻ എടുത്തു 2x + 1 ദ ഹോൾ ക്യൂബ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 2x ആണ്, വൈയുടെ സ്ഥാനത്ത് 1 ആണ്. ഓക്കെ, x 2x ഉം y 1 ആണ്. അത് ഞാനിവിടെ കൊടുത്തു. x³ അപ്പോൾ 2xൻ്റെ ക്യൂബ്, ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടായിട്ട് ബ്രാക്കറ്റ് ഇടണം. y³ അപ്പോൾ 1³ 3 × x 2x y 1 ബ്രാക്കറ്റിൽ x 2x y 1. ഇനി ഇത് ചെയ്യാൻ പോവാണ് ഞാൻ. 2ൻ്റെ ക്യൂബ് 8, എക്സിൻ്റെ ക്യൂബ് x³. 2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2നെ 3 വട്ടം ഗുണിക്കാനാണ് കേട്ടോ, കൂട്ടാനല്ല ഗുണിക്കാനാണ്. 6 അല്ല 8 ആണ്. 1ൻ്റെ ക്യൂബ് 1, 3 × 2 6, 6 × 1 6, പിന്നെ ഒരു x ബ്രാക്കറ്റിൽ 2x + 1. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ 6 × 2 12, x × x x², then 6x × 1 6x. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരിക. x³ വേറെ അല്ല, x² വേറെ അല്ല, x വേറെ അല്ല, കോൺസ്റ്റൻറ്റ് വേറെ അല്ല. അപ്പോൾ ഇതാണ് സിംപ്ലിഫൈഡ് ഫോം അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം. ഓക്കെ, ദെൻ അടുത്തത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നുള്ളൂ കേട്ടോ. 8x³ + 12x² + 6x + 1. രണ്ടാമത്തത് 2a - 3b ദ ഹോൾ ക്യൂബ്. മൈനസ് ആണ് രണ്ടാമത്തെ ഐഡൻറ്റിറ്റി കേട്ടോ. അതിൽ x എന്ന് പറഞ്ഞാൽ 2a ആണ്, y എന്ന് പറഞ്ഞാൽ 3b എന്നാണ്. ഈ മൈനസ് കൺസിഡർ ചെയ്യേണ്ട കേട്ടോ, കാരണം ഇവിടെ x - y തന്നെയാണ് ഇക്വേഷൻ. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 2a, y എന്ന് പറഞ്ഞാൽ 3b. ഇനി ഇതിൽ വാല്യൂ കൊടുക്കാൻ പോവാണ് ഞാൻ കേട്ടോ. x³ അപ്പോൾ 2aൻ്റെ ക്യൂബ്, മൈനസ് y³ അപ്പോൾ 3bയുടെ ക്യൂബ്, മൈനസ് 3 × x 2x y 3b, x 2a 2x അല്ല 2a കേട്ടോ, y 3b. ഇനി 2ൻ്റെ ക്യൂബ് എത്രയാ? 2 × 2 × 2 × 2 4 ആണ്, 4 × 2 8, അപ്പോൾ 8³ 8a³. 3ൻ്റെ ക്യൂബ് 3 × 3 9 ആണ്, ദെൻ 9 × 3 27, അപ്പോൾ 27 ബിൻ്റെ ക്യൂബ് b³. ഇവിടെ 3 × 2 6, 6 × 3 18, a × b ab. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, 18 × 2 36, a × a² പിന്നെ ഒരു b. ഇവിടെ ഒരു നെഗറ്റീവ്, ഇവിടെ ഒരു നെഗറ്റീവ്, അപ്പോൾ ആൻസർ എന്താവും? പോസിറ്റീവ് ആവും. രണ്ട് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്താവും? പോസിറ്റീവ് ആവും. 18 × 3 54 കിട്ടും. a എഴുതി, b × b b². നമ്മളുടെ ആൻസറായി 8a³ - 27b³ - 36a² b + 54ab².
അടുത്ത മൂന്നാമത്തെ നമ്മൾ ചെയ്യാൻ പോവാണ് 3/2x + 1 ദ ഹോൾ ക്യൂബ്. ഇവിടെ പോസിറ്റീവ് ആണ്, എക്സിൻ്റെ വാല്യൂ 3/2x ആണ്, വൈയുടെ വാല്യൂ 1 ആണ്. നമ്മൾ ഐഡൻറ്റിറ്റിയിൽ കൊടുക്കാൻ പോവാണ് കേട്ടോ. എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ 3/2x ദ ഹോൾ ക്യൂബ്, വൈ ക്യൂബ് 1 ക്യൂബ്, പിന്നെ 3 × x 3/2x, y 1, ദെൻ എക്സ് 3/2x, y 1. ഓരോന്നിനും ക്യൂബ് കാണണം കേട്ടോ. 3ൻ്റെ ക്യൂബ് നേരത്തെ നമ്മൾ പറഞ്ഞു 27, 2ൻ്റെ ക്യൂബ് 8. അപ്പോൾ 27/8 എക്സിൻ്റെ ക്യൂബ് എക്സ് ക്യൂബ്. 1ൻ്റെ ക്യൂബ് 1, 3 × 3 9, 9 × 1 9 ഡിവൈഡഡ് ബൈ 2 ഒരു എക്സ്, പിന്നെ 3/2x + 1. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകണം ഞാൻ കേട്ടോ. ഇതാ 9 × 3 27, 2 × 2 4, x × x x². അടുത്ത് 9/2x × 1 എന്ന് പറഞ്ഞാൽ എന്താ 9/2x. ഓക്കെ, അപ്പം 27/8x³ + 1 + 27/4x² + 9/2x. ഈ ഐഡൻറ്റിറ്റി പഠിച്ചു കഴിഞ്ഞാൽ മതി, പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അടുത്തതും മൈനസ് വരുന്ന ഐഡൻറ്റിറ്റി തന്നെ. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ആണ്, വൈയുടെ സ്ഥാനത്ത് 2/3y ആണ് കൊടുക്കുക. x³ അപ്പോൾ എക്സിൻ്റെ ക്യൂബ് മൈനസ് y ക്യൂബ് 2/3yൻ്റെ ക്യൂബ് മൈനസ് 3 × x × 2/3y × x - 2/3y. എക്സിൻ്റെ ക്യൂബ് എക്സ് തന്നെയാണ്, 2/3ൻ്റെ ക്യൂബോ 8/27, 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് 27, വൈൻ്റെ ക്യൂബ് y ക്യൂബ്. പിന്നെ ഇവിടെ ഈ 3യും ക്യാൻസലായി പോകും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററൊന്നും സെയിം നമ്പർ ക്യാൻസൽ ആവും. പിന്നെ ബാക്കി 2 x × y xy, x - 2/3y. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. 2നെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേറെ നമ്പർ ഒന്നുമില്ല. അപ്പോൾ 2 x × x x² y. ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്, അപ്പോൾ ആൻസർ പോസിറ്റീവ് ആവും. 2 × 2 4 ഡിവൈഡഡ് ബൈ 3 x, y × y y². ലെറ്ററുകൾ തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ കേട്ടോ. സെയിം ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ എഴുതിയാൽ മതി കേട്ടോ. 2 × 2 4, ഡിനോമിനേറ്ററിൽ വേറെ ആരും മൾട്ടിപ്ലൈ ചെയ്യാനില്ല, അപ്പോൾ 3. എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേറെ ലെറ്റർ ഇല്ല, അപ്പോൾ x, y × y y². സംഭവം വളരെ സിമ്പിളാണ് അല്ലേ. അപ്പോൾ x³ - 8/27 y³ - 2x² y + 4/3 x y². ഇതാണ് എക്സ്പാൻഷൻ. അപ്പോൾ ഐഡൻറ്റിറ്റി നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഐഡൻറ്റിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എന്താ പറയുക, എക്സ്പാൻഷൻ ആയാലും ശരി, ഫാക്ടറൈസേഷൻ ആയാലും ശരി, എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുക. എപ്പോൾ മാത്രമേ ഉള്ളൂ, ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ, അഥവാ ഐഡൻറ്റിറ്റി പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ പറയുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിറ്റി നന്നായിട്ട്, 8 ഐഡൻറ്റിറ്റിയാണ് നമുക്കുള്ളത്. ഈ 8 ഐഡൻറ്റിറ്റിയും നന്നായിട്ട് പഠിച്ചു വെക്കുക. എങ്കിലേ ഫാക്ടറൈസേഷനും എക്സ്പാൻഷനും നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓരോന്നിലും നെഗറ്റീവും പോസിറ്റീവും വരുന്നതൊക്കെ കറക്റ്റ് നോക്കി വെക്കുക. ഓക്കെ, then thank you for watching this video. See you soon. Bye bye.